എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോക്കനട്ട് പുഡിംഗ് ആണ്. വീഡിയോയിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ഞാൻ നന്നായിട്ട് അരച്ച് വച്ചിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ കുറേശ്ശായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. രണ്ട് കപ്പ് പാല് ഞാൻ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പാലെടുക്കേണ്ടുന്നത്. 2 കപ്പ് എടുത്തിട്ട് 2 കപ്പ് പാല് ഞാൻ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പാലെടുക്കേണ്ടുന്നത്. 2 കപ്പ് എടുത്തിട്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് 1/2 കപ്പ് പാല് മാറ്റി വയ്ക്കാം. എന്നിട്ട് പാല് ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പാല് ചൂടായിട്ടുണ്ട്, തിളയ്ക്കണ്ട, ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടുക. ഇനി പഞ്ചസാര പാലുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അത് പഞ്ചസാരയെല്ലാം ഒന്ന് നന്നായിട്ട് അലിയട്ടെ. പാലും ആയിട്ട് അലിഞ്ഞിട്ടുണ്ട്. പാലും പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം. നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കട്ടയൊന്നും കൂടാതെ അലിയിച്ചെടുക്കണം. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വാനില എസൻസ് ആയാലും നല്ലതാണ്. ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഇനി നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിനായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇത് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചിട്ട് കാണാം. കോക്കനട്ട് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ നല്ല സോഫ്റ്റായിട്ട് നല്ല ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇതുപോലെ നിങ്ങളെല്ലാവരും അവരവരുടെ വീട്ടിൽ തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി പാലെടുത്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.